Hi friends, hello. Today I am showing you Golconda Palace pics, Hyderabad. Second video. നേരത്തെ വീഡിയോയിലെല്ലാം ചേർക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് പുതിയ ഒന്നും കൂടെ ചെയ്യുന്നു. പതിവില്ലാതെ എയർ ഹോസ്റ്റസ് ഒരു മലയാളി പെൺകുട്ടിയായിരുന്നു. നല്ലൊരു ലവ്ലി ഗേൾ. അവൾ നമ്മളോട് വളരെ സ്നേഹപൂർവ്വം മലയാളത്തിൽ തന്നെ സംസാരിക്കുകയും ഒന്നിച്ച് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ ഹൈദരാബാദിലെ കാഴ്ചകളാണ്. ചെന്നിറങ്ങിയ ശേഷം ഭക്ഷണം കഴിക്കാനായി ഹോട്ടൽ അന്വേഷിച്ച് നടക്കുന്ന നേരം നല്ല നല്ല അട്രാക്ഷൻസ് കണ്ടപ്പോൾ അവിടെ അങ്ങ് തങ്ങിപ്പോയി. ഭക്ഷണശേഷം ഞങ്ങൾ നേരെ പോയത് ഗോൾക്കൊണ്ട പാലസിലേക്കാണ്. പാലസിൻ്റെ എൻട്രൻസിനോടനുബന്ധിച്ചുള്ള ഭാഗമാണിത്. ആ സീലിങ്ങിലുള്ള ബ്ലാക്ക് സ്പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതിൻ്റെ നേരെ താഴെ ഒരു സ്പോട്ടുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം കൊണ്ടൊരു സിഗ്നൽ കൊടുത്താൽ, അതായത് കൈ കൊട്ടുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബ്ലാക്ക് ഡിവൈസ് വൈബ്രേറ്റ് ചെയ്യുകയും സിഗ്നൽ സ്വീകരിച്ചിട്ട് എൻട്രൻസിൻ്റെ അവിടെ വന്നു നിൽക്കുന്ന ശത്രുക്കളുടെ മേൽ തിളച്ച വെള്ളം വീഴിക്കുകയും ചെയ്യും. അതാണ് ടെക്നിക്ക്. ഇതൊക്കെ ചെയ്യാൻ മുകളിലും ആളുകളുണ്ടായിരിക്കും. കൊട്ടാര സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിവിദഗ്ധമായ മാർഗങ്ങളാണിതെല്ലാം. ഫോണോ കോളിംഗ് ബെല്ലോ ഒന്നുമില്ലാത്ത കാലത്ത് മനുഷ്യൻ ബുദ്ധിപരമായി അതിജീവിച്ചത് എങ്ങനെയെന്ന് കാണുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നും. അവിടുന്ന് നമ്മൾ കോട്ടകളുടെ ഉള്ളിലേക്ക് കയറി. ബലവത്തായ ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ താമസിച്ചിരുന്നിടം തന്നെയാണ്. അതേപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇതാ ഔറംഗസീബുമായുള്ള യുദ്ധത്തിൽ റൂയിൻഡായിപ്പോയ പൈപ്പ് ലൈനുകളാണ്. ജലാശയം മലമുകളിലാണല്ലോ, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി വേണ്ട. ഇതാണ് വെള്ളം ശേഖരിക്കുന്ന ടാങ്ക്. അതിൻ്റെ അടുത്തായിട്ടൊക്കെ തന്നെ പുരാതന രീതിയിലുള്ള വാഷ്റൂമുകളും കാണാം. എല്ലാ ആളുകളും ദേശസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം ഉള്ളവരല്ലല്ലോ. അതുകൊണ്ട് മുഗളന്മാർ ബ്രൈബ് ചെയ്ത് പണം കൊടുത്ത് പ്രജകളെ വശത്താക്കി ചതിച്ചകത്ത് കിടക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ കൊത്തളങ്ങളുടെ അകത്ത് കിടക്കാൻ പറ്റില്ല. സായിപ്പന്മാർ ബേക്കൽ ഫോർട്ടിൽ കയറിയതും അങ്ങനെ ആയിരുന്നല്ലോ. ഒരു ഇടുങ്ങിയ വഴി കാണുന്നുണ്ട്. രഹസ്യവാതിലായിരുന്നോ എന്തോ. ഇതിനകത്ത് അന്തഃപുരവാസികൾക്ക് മാത്രം കുളിക്കാനുള്ള കുളങ്ങളും യോഗം ചേരാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനുമുള്ള സ്റ്റേജും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നതാണ്. മുകളിൽ കൊട്ടാരത്തിനോടനുബന്ധിച്ചൊരു ക്ഷേത്രവുമുണ്ട്. ഇനി ആക്രമിക്കപ്പെട്ടാൽ കൊട്ടാരവാസികൾക്കെല്ലാം ഒളിച്ച് രക്ഷപ്പെടാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് വഴി ചാർമിനാറിൻ്റെ അവിടേക്ക് ഒരു ഭൂഗർഭപാത ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. തെളിവുകളൊന്നും പറയുന്നില്ല. പക്ഷേ സുരക്ഷിതമായൊരു സ്ഥാനത്തേക്ക് രാജാക്കന്മാർ അണ്ടർഗ്രൗണ്ട് റോഡുകൾ പണിയുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. ചാർമിനാർ പോലൊരു ചെറുത് അപ്പുറത്ത് കാണാനുമുണ്ട്. ഇത് കണ്ടാണ് അത് പണിതതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും വലിയ ടാസ്ക് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ലൈക്ക് ചെയ്തേക്കണേ.